കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്നാട് വാർഡിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച തടയണയാണ് നശിപ്പിക്കപ്പെട്ടത്. ഈ താൽക്കാലിക തടയണ ഇത് രണ്ടാം വട്ടമാണ് തകർക്കുന്നത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. മൂന്നാം വട്ടവും തടയണ നിർമ്മിച്ച വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കിണറിലത്തെ വെള്ളത്തിന് ഉപ്പിൻ്റെ അംശം വരും. അതുപോലെ പല ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ കൃഷികൾ നമ്മൾ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രദേശവാസികളെ ബാധിക്കുന്നത്. സമൂഹത്തിന് ഇങ്ങനെ കെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത്. ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണത്. അതാരും ഒരു പാർട്ടിയെ ഒന്നിനെയും നമ്മൾ ബ്ലെയിം ചെയ്യണില്ല. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെരുന്തോട്ടിൽ നിന്നും ഉപ്പുവെള്ളം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് കയറുന്നത് തടയുന്നതിനായാണ് തടയണ കെട്ടുന്നത്. വർഷകാലങ്ങളിൽ തടയണ പൊളിച്ചു നീക്കുകയും ചെയ്യും. തടയണയില്ലാതെ വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം നിറയുകയും പ്രദേശങ്ങളിലെ കൃഷി നശിക്കുകയും ചെയ്യും. ഏകദേശം 35,000-ഓളം രൂപ ചെലവഴിച്ചാണ് വികസന സമിതി തടയണ കെട്ടിയത്. നിർമ്മാണ ചെലവ് പിന്നീട് നഗരസഭ നൽകുകയാണ് പതിവ്. തടയണ നശിപ്പിച്ചതുമൂലം പ്രദേശത്ത് ഓരുവെള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നതായും പരാതിയുണ്ട്.